ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമ. സർവഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം. എല്ലാവർക്കും സമാധാനവും ശാന്തിയും ഭഗവത്കൃപയും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു. നമുക്ക് നാരായണീയം ദശകം 70 സുദർശന ശാപമോക്ഷം. അത് വിദ്യാധരൻ എന്ന് പറഞ്ഞാൽ സുദർശനൻ എന്നും പേരുണ്ട്. അങ്ങനെ സുദർശനനെ മഹർഷിമാർ ശപിച്ച് പാമ്പായി വന്നു. അതിനുശേഷം മോക്ഷം കിട്ടുന്നതാണ്. അതിനെപ്പറ്റിയാണ് നമുക്ക് വായിക്കാം. അതിനകത്ത് ശംഖചൂട അരിഷ്ടവധവും ഈ ദശകത്തിൽ തന്നെ ഉണ്ട്. നമുക്ക് ആദ്യമേ സുദർശന ശാപമോക്ഷം വായിക്കാം. എങ്ങനെയാ സുദർശനന് ഇങ്ങനെ ശാപം ഉണ്ടാകാനുള്ള കാരണവും ഒക്കെ. ദശകം 70 സുദർശന ശാപമോക്ഷം. ശ്ലോകം 1. ഇതി ത്വയിരസാകുലം രമിതവല്ലഭേ വല്ലവ കഥാഭിപുരം അംബികാഗമിതുരംബികാ കാനനി സമേത്യ ഭവദാ സമം നിഷേവ്യ ദിവ്യോത്സവം സുഖം സുഷുപുരഗ്രസേൽ വ്രജപം ഉഗ്രനാഗസ്തദാ ഇതി ത്വയിരസാകുലം രമിത വല്ലഭേ വല്ലഭ കഥാപി പുരം അംബികാഗമിതുരംബികാ കാനനി സമേത്യ ഭവദാ സമം നിഷേവ്യ ദിവ്യോത്സവം സുഖം സുഷുപുരഗ്രസീൽ വ്രജപം ഉഗ്രനാഗസ്തദാ. ഇവിടെ കഴിഞ്ഞ 69 ദശകത്തിൽ പരമാത്മാവായ ശ്രീകൃഷ്ണനും ഗോപികളും എല്ലാം കൂടെ നന്നായി രാസലീല വനക്രീഡയൊക്കെ അതിലൊക്കെ രമിച്ചു ആനന്ദിച്ചു ബ്രഹ്മാനന്ദാനുഭൂതി കൈവന്നു. പരമയോഗികൾക്ക് മാത്രം കിട്ടുന്ന അതേ അവസ്ഥ ഈ കുട്ടികൾക്ക് ഏതാനും കുറച്ച് ദിവസം കൊണ്ട് അവർക്ക് സംഭവിച്ചു കിട്ടി. ഭഗവാനോടൊപ്പം രാസലീലകൾ നടത്തി അവർ ബ്രഹ്മാനന്ദാനുഭൂതി നടത്തി. അപ്പോൾ ഇവിടെ പറയുന്നു, ഭട്ടതിരിപ്പാട് പറയുന്നു, ഭഗവാനേ ഗുരുവായൂരപ്പ നിന്തിരുവടി ഇപ്രകാരം ആ ഗോപികകളെ രസകരമായി രമിപ്പിച്ചതിന് ശേഷം കഴിഞ്ഞ ദശകത്തിൽ അത്രമാത്രം ആനന്ദത്തിൽ ആറാടിച്ചല്ലോ. അതിനുശേഷം ഒരിക്കൽ ഗോപന്മാർ അങ്ങയോടൊപ്പം, കാരണം അങ്ങനെ രസകരമായി എല്ലാവരെയും ആനന്ദത്തിൽ ആറാടിച്ചതിന് ശേഷം ഒരു ദിവസം ഭഗവാൻ ഗോപന്മാരോടൊപ്പം അംബികാവനത്തിലുള്ള ശിവക്ഷേത്രത്തിൽ ഉത്സവം കൊണ്ടാടി. അവിടെ രാത്രിയിലാണ് ഉത്സവം, അംബികാവനത്തിലാണ്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഉത്സവം കൊണ്ടാടി. രാത്രി ആയപ്പോൾ എല്ലാവരും സുഖമായി കിടന്നുറങ്ങി. അപ്പോൾ ഉത്സവമൊക്കെ കഴിഞ്ഞ് കുറച്ച് ഇരുട്ടിയപ്പോൾ അവർ സുഖമായി എല്ലാവരും അവിടെയൊക്കെ കിടന്നങ്ങ് ഉറങ്ങി. അപ്പോൾ ഒരു പെരുമ്പാമ്പ് നന്ദനെ കടിച്ചു. നന്ദനാരാ? ഭഗവാന്റെ പിതാവായ നന്ദഗോപരാണ് നന്ദൻ. അപ്പോൾ നന്ദനെ ആ ഉറക്കത്തിൽ തന്നെ അവിടെ കിടന്നങ്ങ് ഉറങ്ങിയപ്പോൾ തന്നെ ഒരു പാമ്പ് വന്ന് നന്ദൻ്റെ കാലിൽ കടിച്ചു. 2-ാം ശ്ലോകം വായിക്കാം. ശ്ലോകം 2. സമുന്മുഖം നധോൽമുഖൈർ അഭിഗതേപി തസ്മിൻ ബലാൽ അമുഞ്ചതി പവൽപദേ ന്യപതി പാഹി പാഹീതിതൈ തദാ ഖലു പദാ ഭവാൻ സമുപഗമ്യ സ്പർശതം ബഭൂസ ച നിജാം തനും ഉപസാദ്യ വൈദ്യാധരീം. കളിയുന്നില്ല. സമുന്മുഖം അധോൽമുഖൈർ അഭിഹതേപി തസ്മിൻ ബലാൽ അമുഞ്ചതി ഭവൽപദേ ന്യപതി പാഹി പാഹീതിതൈ തദാ ഖലു പദാ ഭവാൻ സമുപഗമ്യ സ്പർശതം ബഭൂസ ച നിജാം തനും ഉപസാദ്യ വൈദ്യാധരീം. നന്ദഗോപരെ പാമ്പ് കടിച്ചതുകൊണ്ട് ആ ഗോപന്മാർ ശക്തിയായി തീക്കൊള്ളി കൊണ്ട് കുത്തുകയും അടിക്കുകയും ഒക്കെ ചെയ്തിട്ടും ആ പാമ്പ് നന്ദഗോപരെ വിട്ടില്ല. കുട്ടികൾ ഗോപന്മാരിത് മനസ്സിലാക്കിയിട്ട് തീക്കൊള്ളി കൊണ്ടും അതിനെ കുത്തിയും അടിക്കുകയൊക്കെ ചെയ്തിട്ടും പാമ്പ് വിട്ടുപോയില്ല. നന്ദഗോപര കാലിൽ തന്നെ കടിച്ചോണ്ട് തന്നെ ഇരുന്നു. പാമ്പിൽ നിന്നും നന്ദനെ വിടുവിക്കാൻ പറ്റാതെ വന്നപ്പോൾ
ഗോപന്മാരെന്ത് ചെയ്തു? രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് നിലവിളിച്ചുകൊണ്ട് അവിടുത്തെ തൃപ്പാദത്തെ, ഭഗവാന്റെ കൃഷ്ണൻ്റെ തൃപ്പാദത്തെ ശരണം പ്രാപിച്ചു. അപ്പോൾ ഭഗവാൻ തൻ്റെ തൃക്കാൽ കൊണ്ട് ആ പന്നകത്തെ സ്പർശിച്ചു. പന്നകത്തിനെ പാപം, അതായത് ആ ശാപത്തിൽ നിന്ന് മോക്ഷം കിട്ടണമെങ്കിൽ ഭഗവാന്റെ സ്പർശനം വേണം. അതുകൊണ്ടാണ് പാമ്പ് അതിന് കടി വിടാതെ കിടന്നത്. അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു? രക്ഷിക്കണേ എന്ന് വിളിച്ചപ്പോൾ ഭഗവാന്റെ തൃക്കാൽ കൊണ്ട് ആ പാമ്പിനെ സ്പർശിച്ചു. ഉടനെ തന്നെ ആ പാമ്പ് സ്വരൂപം പ്രാപിച്ച് വിദ്യാധരനായി തിളങ്ങി. അദ്ദേഹം സുദർശനനെന്നും വിദ്യാധരൻ എന്നും അദ്ദേഹത്തിന് പേരാണ്. അപ്പോൾ ആ വിദ്യാധരൻ യഥാർത്ഥ രൂപം, പാമ്പിൽ നിന്ന് മാറി ശാപമോക്ഷം കിട്ടി, യഥാർത്ഥ വിദ്യാധരനായി തിളങ്ങി. ആ പാമ്പ് സ്വന്തം രൂപമായ വിദ്യാധര രൂപത്തിൽ ശോഭിച്ചു. അപ്പം യഥാർത്ഥ സുദർശനനായി മാറി. വിദ്യാധരനെന്നും സുദർശനെന്നും അദ്ദേഹത്തിന് പേരുണ്ട്. ഭഗവാനും അങ്ങനൊരു പേരുണ്ട്. അതായത് സുദർശന ചക്രം ധരിക്കുന്നതുകൊണ്ട്, കയ്യിൽ ഏന്തുന്നതുകൊണ്ട് സുദർശനധരൻ എന്ന് ഭഗവാൻ കൃഷ്ണനെ, മഹാവിഷ്ണുവിന് പേരുണ്ട്. നമുക്ക് അടുത്ത ശ്ലോകം വായിക്കാം. ശ്ലോകം 3. സുദർശധര പ്രഭോ, അതായത് ഭഗവാനെ വിളിക്കുക. ആരാ? ഈ വിദ്യാധരൻ എന്ന് പറഞ്ഞ സുദർശനൻ. സുദർശന ചക്രത്തെ ധരിച്ച ഭഗവാനെ വിളിക്കുന്നു. സുദർശധര പ്രഭോ നനു സുദർശനാഖ്യോസ്മ്യഹം, അഹം ഞാൻ സുദർശനാകുന്നു, എൻ്റെ പേര്. അതാണ് അദ്ദേഹം തന്നെ പറയുന്നു. ഭഗവാനെ സുദർശനധര, എൻ്റെ പേര് സുദർശനൻ എന്ന്. അതാണ് ആ വരിയിൽ. സുദർശധര പ്രഭോ നനു സുദർശനാഖ്യോസ്മ്യഹം മുനീൻ ക്വചിൽ ഉപാഹസം തൈഹ മാം വ്യധുർവാഹസം ഭവൽപദ സമർപ്പണാൽ അമലതാം ഗതോസ്മീത്യസൗ സ്തുവൻ നിജപദം യയൗ വ്രജപദം ച ഗോപാമുദാ. സുദർശധര പ്രഭോ നനു സുദർശനാഖ്യോസ്മ്യഹം മുനീൻ ക്വചിൽ ഉപാഹസം ദൈഹ മാം വ്യധുർവാഹസം ഭവൽപദ സമർപ്പണാൽ അമലതാം ഗതോസ്മീത്യസൗ സ്തുവൻ നിജപദം യയൗ വ്രജപദം ച ഗോപാമുദൗ. ഇവിടെ വിദ്യാധരൻ പറയുന്നു, അതായത് സുദർശനൻ പറയുന്നു, സുദർശനധരനായ പ്രഭു ഭഗവാനി നാരായണ കൃഷ്ണ, എൻ്റെ പേര് സുദർശനൻ എന്നാണ്. ഞാൻ ഒരിക്കൽ മഹർഷിമാരെ പരിഹസിച്ചു. കാരണം അദ്ദേഹം മഹർഷിമാരെ ചില സമയത്ത് ഇങ്ങനെ സംഭവിച്ചു പോകും. എന്തെങ്കിലും ചിലപ്പോൾ ചില കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ എന്തെങ്കിലും പരിഹാസ്യമായി സംഭവിച്ചു പോകും. അതുകൊണ്ട് ഈ സുദർശനൻ എന്ന് പറഞ്ഞ വിദ്യാധരൻ പറഞ്ഞു, ഭഗവാനെ കൃഷ്ണ സുദർശനധര, എൻ്റെ പേര് സുദർശനൻ എന്നാണ്. ഞാനൊരിക്കൽ മഹർഷിമാരെ പരിഹസിച്ചു. അതിൽ കോപം പൂണ്ട ആ മുനിമാർ എന്നെ പെരുമ്പാമ്പായി പോകട്ടെ എന്ന് ശപിച്ചു. അങ്ങനെയാണ് ഞാനിവിടെ പാമ്പായത്. അതിനാൽ ഞാൻ എന്ന സുദർശനൻ എന്ന പേരുള്ള വിദ്യാധരൻ, അതായത് അയാളുടെ പേര് സുദർശനൻ എന്ന പേരുള്ള വിദ്യാധരൻ, രണ്ടും അദ്ദേഹത്തിൻ്റെ പേരാണ്. പന്നകമായി, അതായത് പാമ്പായി രൂപപ്പെട്ട് ഇവിടെ വസിച്ചു വന്നു. ഈ കാനനത്തിൽ അങ്ങനെയാണ് ഞാനിവിടെ വസിച്ചത്. ഇന്ന് ഈശ്വരാനുഗ്രഹത്താൽ, കാരണം ഈ ഉത്സവം കൊണ്ടാടാൻ എല്ലാവരും അവിടെ ഓടിക്കൂടി അവിടെ ഉത്സവം നടന്നു. അത് കണ്ടു, അവസാനം അവിടെ കിടന്ന് ഉറങ്ങി. അപ്പോഴാണ് ഇവിടെ ഭഗവാൻ വന്നെന്ന് ഇദ്ദേഹത്തിന് മനസ്സിലായി, വിദ്യാധരനായ പാമ്പിന്. അതുകൊണ്ട് ഇവിടെ ഈശ്വരാനുഗ്രഹത്താൽ അവിടുത്തെ സ്പർശനം, അതായത് ഭഗവാന്റെ കാലുകൊണ്ട് തൊട്ടു. അതുകൊണ്ട് അവിടുത്തെ സ്പർശനം ഏറ്റത് മൂലം പൂർവ്വരൂപത്തിലെത്തി എൻ്റെ പഴയ വിദ്യാധരനായി മാറി. അവിടുത്തെ പാദപാംസുക്കൾ, അതായത് ഭഗവാന്റെ പാദത്തിലെ പൊടികൾ കൊണ്ട് എന്നെ പരിശുദ്ധനാക്കി. ഭഗവാന്റെ പാദത്തിലെ പൊടി മതി നമ്മളെ പരിശുദ്ധനാക്കാൻ. അതിനാലാണ് എനിക്ക് സ്വരൂപപ്രാപ്തി ഉണ്ടായതെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ പാമ്പായ എന്നെ അതിൽ നിന്ന് മുക്തനായി എൻ്റെ യഥാർത്ഥ രൂപം വന്നു. എൻ്റെ സ്വരൂപം, എൻ്റെ രൂപം യഥാർത്ഥം വിദ്യാധരനായിരുന്നു. അങ്ങനെ എനിക്ക് പഴയ രൂപം, മുന്നേ ഉള്ള രൂപം എനിക്ക് കിട്ടി. അങ്ങയെ സ്തുതിച്ച് നമസ്കരിച്ച് ആ വിദ്യാധരൻ സ്വസ്ഥാനത്തേക്ക് മടങ്ങി. അങ്ങനെ ഭഗവാനെ വീണ്ടും വീണ്ടും പ്രാർത്ഥിച്ചു. അതെല്ലാം കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തേക്ക്, അവിടെ സ്വസ്ഥാനം, അവിടേക്ക് തന്നെ അദ്ദേഹം പോയി. ഗോപന്മാർ സന്തോഷത്തോടെ അമ്പാടിയിലേക്കും പോയി. കുട്ടികൾ ഉറക്കമൊക്കെ പിന്നെ പോയി. കാരണം ഈ ഒരു സംഭവത്തോടുകൂടി അവിടെ കിടന്ന് ഉറക്കമൊക്കെ നഷ്ടപ്പെട്ടു. അവരും അതുപോലെ തന്നെ തിരിച്ച് അവരുടെ സ്ഥാനത്തേക്ക് അമ്പാടിയിലേക്ക് പോയി. അതാണ് ഈ സുദർശന മോക്ഷത്തെ കൊണ്ടുള്ള കാര്യം. ഇത് ഇത്രയേ ഉള്ളൂ സുദർശന ശാപമോക്ഷം. ഇനി അടുത്തത് എന്താണ്?
ഈ ശംഖചൂഡ അരിഷ്ടവധമാണ്. അത് നമുക്ക് അടുത്ത ദിവസം വായിക്കാം. ഇതിൻ്റെ കൂടെ അത് വായിക്കേണ്ട സുദർശന ശാപമോക്ഷമാണിത്. ഇത്രയും മതി. നമുക്ക് എല്ലാവർക്കും ഭഗവാനെ പ്രാർത്ഥിക്കാം. എങ്ങനെയാ? ഭഗവാനെ രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് വിളിച്ച്. കാരണം കുട്ടികളെ കൊണ്ട് ഒത്തില്ല. കാരണം പാമ്പിനെ വിടിവിക്കാൻ എന്താ ഇങ്ങനെ ഒരു കാര്യം കിടക്കും. നമ്മൾ മനസ്സിലാകുന്ന എന്തെങ്കിലും ചില കാര്യങ്ങളൊക്കെ നമുക്കും ഇടയ്ക്കിടയ്ക്ക് വല്ലവരുടെ ശാപമോ എന്തെങ്കിലും വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സമയദോഷം കൊണ്ടൊക്കെ അത് നമുക്ക് അങ്ങനെ ഭഗവാനെ രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് നിലവിളിക്കണം. അപ്പോഴാണ് ഭഗവാൻ അവിടെ പ്രത്യക്ഷമായി. അവിടെ എന്ത് വന്നു? അദ്ദേഹത്തിൻ്റെ കാലിലെ ഭഗവാന്റെ പാദസ്പർശനം ഏറ്റ് നന്ദഗോപരുടെ കാലിൽ കടിവിടാൻ പാമ്പിൻ്റെ. അപ്പോൾ അതുപോലെ നമുക്കും ചില സമയങ്ങളിൽ കടിവിടാതെ നിൽക്കും. ചില ദോഷങ്ങൾ വിട്ടുപോകാതെ മാറി മാറി നിൽക്കും. അപ്പോഴെന്താ വേണ്ടേ? ഭഗവാനെ അത്രത്തോളം രക്ഷിക്കണേന്ന് വിളിക്കണം. നമ്മളിത് പഠിക്കുന്ന എന്തിനാ? ഈ പാഠങ്ങൾ ഇത് മനസ്സിലാക്കാനാ. ഇത് അന്നുള്ള കാര്യം നമുക്ക് ഇന്നിവിടെ വായിക്കേണ്ട കാര്യം എന്താണ്? നമുക്കറിയേണ്ട കാര്യം എന്താ? നമ്മൾ അങ്ങനായി തീരാനും അത് പഠിക്കാനാണ്. നമുക്ക് പാമ്പാകുന്ന ഈ കലികാലം, ഈ കലി ഒരു വിഷമാണ്. ഇതിൻ്റെ മുക്തിക്ക് ഇതിൽ നിന്ന് വിടുവിക്കണമെങ്കിൽ നമ്മളെ കലി ബാധിച്ച് കിടക്കുക വിഷം. അതുകൊണ്ടാണ് ഇന്ന് ഒരു വീട്ടിലും സ്വസ്ഥതയില്ല. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങൾ നമ്മൾ എന്താ വേണ്ടേ? ഭഗവാനെ അത്രത്തോളം വിളിക്കണം, അപേക്ഷിക്കണം. സ്തോത്രഗീതങ്ങളൊക്കെ ചൊല്ലി ഭഗവാനെ ആനന്ദിപ്പിക്കുമ്പോൾ ഭഗവാൻ നമുക്ക് വേണ്ടുന്ന കൃപ ചൊരിയും. നമുക്ക് അതിൽ നിന്ന് മോക്ഷം കിട്ടും. ഈ ശാപമാണ് ഈ കലികാലം. നമ്മളൊക്കെ ഇവിടെ എന്തൊക്കെയോ ശാപം കൊണ്ടാണ് ഇവിടെ ഈ യുഗത്തിൽ വന്നിങ്ങനെ ജനിച്ച് കഷ്ടപ്പാടുള്ളവരുടെ കഷ്ടപ്പാട് മാറ്റാനും അതിന് ഭഗവത് കീർത്തനങ്ങൾ ചൊല്ലി നമുക്കും എല്ലാവർക്കും അതിൽ നിന്ന് മോചനം കിട്ടും. ഇതിൻ്റെ ഒരു അനുഭവം നമ്മളിത് മനസ്സിലാക്കണം. അതിന് വേണ്ടിയാണ് പറയുന്നത്. അല്ലാതെ നമുക്ക് ഇപ്പം ഈ പാഠങ്ങൾ പഠിച്ചിട്ട് എന്താ കാര്യം? നമ്മൾ അങ്ങനെ ആയിത്തീരുമ്പോഴാണ് അതിൽ നിന്ന് നമുക്കൊരു വിടുതൽ കിട്ടും. നമുക്കത് മനസ്സിലാക്കിയെങ്കിൽ നമ്മൾ അങ്ങനെ ആയിത്തീരുള്ളൂ. അല്ലെങ്കിൽ നമുക്കുള്ള വിഷമം മാറണം നമ്മൾ തന്നെ പ്രാർത്ഥിക്കണം. കുട്ടികൾ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് അവർക്ക് മോചനം കിട്ടി. അതുകൊണ്ട് നമുക്കെന്താ? നമുക്കും അതുപോലെ വേണം എന്ന് നമ്മൾ ചിന്തിക്കണം. നമ്മളും അതുപോലെ തന്നെ ആയി തീർന്നെങ്കിലേ, ഭഗവാനെ ഭജിച്ചെങ്കിലേ നമുക്കും ഇതിൽ നിന്ന് മോചനം കിട്ടും. എല്ലാവർക്കും നമസ്കാരം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.